യുവതിയുടെ ഭർത്താവ് വ്യാജസിദ്ധനാണെന്ന ആരോപണവും ഉയരുന്നുണ്ട്. ഇയാൾ ഇക്കാര്യങ്ങൾ പ്രചരിപ്പിക്കാൻ യൂട്യൂബ് ചാനൽ നടത്തുന്നുണ്ട് എന്നും മനസ്സിലാവുകയാണ്. അനഘ മുരളി വിവരങ്ങളുമായി ചേരുകയാണ്. അനഘ, അപ്പോൾ എന്തുകൊണ്ട് വൈദ്യസഹായം ഇവർ തേടിയില്ല എന്നതിന് എന്തൊക്കെ കാര്യങ്ങളാണ് ഇപ്പോൾ ഉത്തരമായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്? ശീതൽ, മലപ്പുറം ചട്ടിപ്പറമ്പ് ഈസ്റ്റ് കോടൂരിൽ ഈ സിറാജുദ്ദീനും അസ്മയും വാടകയ്ക്ക് താമസിച്ചിരുന്ന വീടാണിത്. ഏതാണ്ട് 1.5 വർഷത്തോളമായിട്ട് ഇവർ ഈ വീട്ടിലാണ് വാടകയ്ക്ക് താമസിച്ചിരുന്നത്. നമുക്ക് ഈ നാട്ടുകാരിൽ നിന്നൊക്കെ ലഭിക്കുന്ന വിവരം അനുസരിച്ച് ഇവർ ഇങ്ങോട്ട് വരുമ്പോൾ കാസർഗോഡ് ഒരു പള്ളിയിൽ ഈ സിറാജുദ്ദീൻ ജോലി ചെയ്യുകയായിരുന്നു എന്നാണ് ഈ നാട്ടുകാർക്ക് നൽകിയിരുന്ന വിവരം. അതിനുശേഷം ഈ നാട്ടുകാരുമായിട്ടൊന്നും തന്നെ വലിയ രീതിയിലുള്ള അടുപ്പമൊന്നും തന്നെ ഈ കുടുംബം പുലർത്തിയിരുന്നില്ല. ഇവർക്ക് 4 മക്കളുണ്ട്. ഈ 4 മക്കളും ഏതാണ്ട് വലിയ പ്രായവ്യത്യാസമൊന്നും ഇല്ലാത്ത ചെറിയ കുട്ടികളാണ്. ഒരു കുട്ടി മാത്രം 9ൽ പഠിക്കുന്നു. ബാക്കി 3 കുട്ടികളും വളരെ പ്രായവ്യത്യാസമില്ലാതെ 2ാം ക്ലാസ്, LKG, അതുപോലെ തീരെ പ്രായം കുറഞ്ഞ ഒരു കുഞ്ഞ്, അങ്ങനെ അധികം പ്രായ വ്യത്യാസമൊന്നും ഇല്ലാത്ത 4 മക്കളായിരുന്നു ഇവർക്കുണ്ടായിരുന്നത്. ആകപ്പാട് ഇവർ ഈ വീട്ടിൽ നിന്ന് വെളിയിലിറങ്ങുന്നത് തന്നെ ഈ യുവതി അസ്മ ഈ കുട്ടികളെ സ്കൂളിലാക്കുന്നതിനും മറ്റുമൊക്കെ ആയിട്ട് ഇവിടെ അടുത്ത് ഈ കുട്ടികളെ ബസ് കയറ്റി വിടുന്നതിനും മറ്റുമായിട്ട് എത്തിയിരുന്നു. ഇങ്ങനെ മാത്രമേ ഈ യുവതിയെ കണ്ടിരുന്നുള്ളൂ നാട്ടുകാർ തന്നെ. ഈ നാട്ടുകാർ പലപ്പോഴും ഇവരോട് ചോദിച്ചിരുന്നു, ഈ ഗർഭിണിയാണോ എന്ന് അങ്ങോട്ട് ചോദിച്ചപ്പോഴാണ് അതേ ഗർഭിണിയാണ്, 8 മാസം ഗർഭിണിയാണെന്നൊക്കെ കഴിഞ്ഞ ദിവസം ഇവിടെ അടുത്തുള്ള ഒരു അയൽവാസിയോട് പറഞ്ഞിരുന്നു. അങ്ങനെയാണ് ഈ യുവതി ഗർഭിണിയാണെന്ന് പോലും ഈ നാട്ടുകാർ അറിഞ്ഞത്. നമുക്ക് മെമ്പർ മുൻപേ നമ്മളോട് പ്രതികരിച്ചതുപോലെ തന്നെ ഈ വീട്ടിൽ കുറച്ചൊരു ജനുവരിയിൽ ആശാ വർക്കർമാരെത്തിയിരുന്നു. അന്ന് ഈ ഇവരോട് ഗർഭിണിയാണോ എന്ന് ചോദിച്ചപ്പോൾ ഗർഭിണിയല്ല എന്ന തരത്തിലാണ് ഇവർ പ്രതികരണം നൽകിയിരുന്നത്. ഈ വീടിന് വെളിയിലേക്ക് പുറത്തു വരാനോ അവർ തയ്യാറായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഈ ഗർഭിണി ആണ് എന്ന് മനസ്സിലാക്കാനും ഈ ആശാ വർക്കർമാർക്ക് സാധിച്ചിരുന്നില്ല എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ ഈ സിറാജുദ്ദീൻ ഒരു ഇങ്ങനെയുള്ള സിദ്ധ വൈദ്യം, അതുപോലെ തന്നെ ഈ സിദ്ധ മന്ത്രവാദം, അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ ചെയ്യുന്ന ഒരാളായിരുന്നു. അതുപോലെ തന്നെ ഈ പ്രഭാഷണം മറ്റുമൊക്കെ നടത്തുന്ന ഒരാളായിരുന്നു എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ഇപ്പോൾ നാട്ടുകാരിൽ ഒരാളാണ് നമുക്കിപ്പം ചേരുന്നത്. ചേട്ടാ, ഇയാൾ ഇത്തരത്തിലുള്ള ചില അന്ധവിശ്വാസങ്ങളും മറ്റുമൊക്കെ പ്രചരിപ്പിക്കുന്ന രീതിയിലുള്ള ഒരാളായിരുന്നു അല്ലേ? ഇയാൾ ഞാനിന്ന് തൊട്ടടുത്ത് എൻ്റെ വീട്. അപ്പോൾ എനിക്ക് അറിയാവുന്നൊരു വിവരം എന്ന് പറഞ്ഞാൽ ഇയാൾ ഈ അടുത്തുള്ള അയൽവാസികളുമായിട്ട് ഒരു ബന്ധമില്ലാത്ത ഒരാളാണ്. അദ്ദേഹത്തിൻ്റെ പേര് വരെ നമ്മൾക്ക് ഇന്നാണ് മനസ്സിലാവുന്നത്. പിന്നെ എത്ര കുട്ടികളുണ്ട് ഇതൊന്നും നമ്മൾക്കറിയില്ല. ഇന്ന് ഉള്ള വാർത്തൻ്റെ ഇതനുസരിച്ചാണ് 5ാമത്തെ കുട്ടിയാണ് പ്രസവിച്ച് നമുക്ക് മനസ്സിലാകുന്നത്. ഇയാളൊരു ചാനൽ നടത്തുന്നുണ്ട്. അതിൻ്റെ പേര് മടവൂർ കാഫില എന്നുള്ളതാണ്. അതായത് 10-35 വർഷം മുമ്പ് മരിച്ചുപോയ ഒരാളെ അത്ഭുതങ്ങൾ ഇയാൾ പറഞ്ഞിട്ട് മറ്റുള്ളവരെ ഒരു ചാനലിലൂടെ അറിയിച്ചിട്ട്, അതാണ് ഇയാൾ നമ്മൾ ആർക്കും ഇത് സെർച്ച് ചെയ്ത് കിട്ടുന്ന കാര്യമാണത്. ആ ചാനൽ മടവൂർ കാഫില എന്നാണ് അതിൻ്റെ പേര്. ഇയാൾ പറഞ്ഞാൽ നമ്മൾക്ക് ആരുമായിട്ട് യാതൊരു ബന്ധമില്ല. ഈ സ്ഥലത്തുള്ള പരിസരത്തുള്ള ഒരു വീടുമായിട്ട് യാതൊരു ബന്ധമില്ല. ഈവൻ പറഞ്ഞാൽ എന്താണ് ഇയാളെ ജോലി അല്ലെങ്കിൽ ഇയാളെ എന്താണ് സംഭവങ്ങളൊന്നും നമ്മൾക്ക് ആർക്കും ഇതുവരെ അറിയില്ല. ഇതാണ് ശീതൽ, ഈ നാട്ടുകാർക്ക് ആരുമായിട്ട് തന്നെ ഇവർക്കൊരു ബന്ധമില്ലായിരുന്നു എന്നാണ് പറയുന്നത്. ഇന്നലെ ഈ പ്രസവം എപ്പോൾ നടന്നു എന്ന് പോലും നാട്ടുകാർക്ക് അറിയില്ല. അതായത് ഈ സമീപത്തെ ഒരു വീട്ടുകാർ പറഞ്ഞ ഏതാണ്ട് 8 മണിയോട് കൂടി ഈ സിറാജുദ്ദീൻ ഈ സ്കൂട്ടറിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പോകുന്നത് കണ്ടിരുന്നു. അതുപോലെ തന്നെ ഇവരുടെ വീട്ടിലേക്ക് വണ്ടിയൊന്നും എത്താത്തതുകൊണ്ട് തന്നെ സമീപത്തുള്ള ഒരു വീട്ടിലാണ് ഇവരുടെ കാറ് പാർക്ക് ചെയ്തിരുന്നത്. ആ വീട്ടിൽ നിന്ന് ഏതാണ്ട് രാത്രിയോട് കൂടി 8 മണി 9 മണിയോട് കൂടി ഈ കാർ എടുത്ത് ഇയാൾ പോയിരുന്നു. അതുകൊണ്ട് തന്നെ ഈ യുവതി മരിച്ചതിന് ശേഷം എങ്ങനെയാണ് ഇവരെ ഒരു ആംബുലൻസ് വിളിച്ചാണോ ഈ പെരുമ്പാവൂരിലേക്ക് കൊണ്ടുപോയി, ഈ തരത്തിലുള്ള വിവരങ്ങളൊന്നും അറിയില്ല. ഇയാളൊരു കാർ ഇവിടെ നിന്ന് എടുത്തുകൊണ്ട് പോയി എന്ന് മാത്രമേ നാട്ടുകാർക്ക് അറിയത്തുള്ളൂ. അതുപോലെ തന്നെ ഈ കുട്ടി ജനിച്ചതിന് തൊട്ടു പിന്നാലെ തന്നെ ഇങ്ങനെ ഒരു കുഞ്ഞ് ജനിച്ചു എന്ന തരത്തിലൊരു സ്റ്റാറ്റസും ഒരു വാട്സപ്പ് സ്റ്റാറ്റസും ഇയാൾ ഇട്ടിരുന്നു. അത് കണ്ട ചില നാട്ടുകാരുണ്ട്. അങ്ങനെയാണ് ഈ നാട്ടുകാർ ഈ കുട്ടിയായിട്ട് ബന്ധപ്പെട്ട വിവരങ്ങളൊക്കെ തിരക്കാനായിട്ട് ഇങ്ങോട്ട് എത്തിയപ്പോഴാണ് ഇത്തരത്തിൽ ഇവരിവിടെ ഇല്ലെന്നും അതുപോലെ തന്നെ പിന്നീട് പെരുമ്പാവൂർ പോലീസ് ഈ നാട്ടിലുള്ള മെമ്പറെ അടക്കമുള്ളവരെ വിളിച്ച് ഈ കാര്യങ്ങൾ തിരക്കിയപ്പോഴാണ് ഇങ്ങനൊരു സംഭവം നടന്നത് ഈ നാട്ടുകാർ തന്നെ അറിഞ്ഞത്. എന്തായാലും ശീതൽ, നമുക്ക് കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ നമുക്ക് പുറത്തു വന്ന ചില റിപ്പോർട്ടുകൾ അനുസരിച്ച് സംസ്ഥാനത്ത് തന്നെ ഏറ്റവും അധികം വീട്ടുപ്രസവങ്ങൾ നടക്കുന്ന ജില്ലയായിട്ട് മലപ്പുറം മാറിയിരുന്നു. അങ്ങനെ തന്നെ ഇപ്പോൾ 5ാമത്തെ പ്രസവത്തിൽ, വീട്ടിൽ നടന്നൊരു പ്രസവത്തിൽ വീണ്ടും ഒരു യുവതി മരിച്ചിരിക്കുകയാണ്. ശീതൽ, അതാണ് അതിന്റെ ഗൗരവതരമായ സാഹചര്യം. മനഃ തുടർന്ന് നമ്മൾ ഈ സ്ക്രീനിൽ കാണുന്ന ദൃശ്യം, സ്ക്രീനിന്റെ ഒരു ഭാഗത്ത് കാണുന്ന ദൃശ്യം ഈ സിറാജുദ്ദീന്റേതാണ്. അപ്പോൾ ഈ സിറാജുദ്ദീൻ ആണ് ഇതിന് പിന്നിൽ. അദ്ദേഹത്തിലേക്കാണ് കൂടുതൽ ചോദ്യങ്ങൾ സ്വാഭാവികമായും ഉയരുന്നത്. അനഘ, അപ്പോൾ ഇയാളുടെ ഈ പ്രവർത്തന രീതി സംബന്ധിച്ച് ഈ സിദ്ധവൈദ്യം പോലുള്ള കാര്യങ്ങൾ പ്രചരിപ്പിക്കാൻ ശ്രമിക്കുന്നു. അപ്പം ഈ 5 മക്കൾ ഉണ്ട് എന്ന കാര്യം പോലും അറിഞ്ഞില്ല എന്ന് പ്രദേശവാസികൾ പറയുകയാണ്. ഇതിൽ 3 പ്രസവം ആശുപത്രിയിൽ നടന്നിട്ടുണ്ട് എന്നുള്ളതും വ്യക്തമാകുന്നുണ്ട്. അപ്പോൾ ഇയാളുടെ ഒരു പ്രവർത്തന രീതിയും പശ്ചാത്തലവും സംബന്ധിച്ച് എന്തൊക്കെ വിവരങ്ങൾ ഈ ഘട്ടം വരെ അറിയാൻ കഴിയുന്നുണ്ട്?
ശീതൽ, നമുക്ക് ലഭിക്കുന്ന വിവരം അനുസരിച്ച് ഏതാണ്ട് 1.5 വർഷം മുമ്പാണ് ഈ മലപ്പുറത്ത് ചട്ടിപ്പറമ്പിലുള്ള ഈ വീട്ടിലേക്ക് ഇവർ താമസമാക്കിയത്. അന്ന് ഇവർ പറഞ്ഞിരുന്നത് ഒരു കാസർഗോഡുള്ള ഒരു പള്ളിയിൽ മുസ്ലിയരായിട്ട് ജോലി ചെയ്യുന്നുവെന്നാണ് അന്ന് സിറാജുദ്ദീൻ ഈ വീട്ടുകാരോട് പറഞ്ഞത്. വീട്ടുകാരോടും ഈ വാടകയ്ക്ക് നൽകിയ വീട്ടുകാരോടൊക്കെ കാര്യമായിട്ടുള്ള അടുപ്പമൊന്നുമില്ല. എല്ലാ മാസവും കൃത്യമായിട്ട് ഈ വാടക നൽകും. അതിന് അപ്പുറത്തേക്ക് യാതൊരു വിധത്തിലുള്ള അടുപ്പവും ഇല്ലെന്നാണ് ഈ വീട്ടിലെ ഓണർ തന്നെ നമ്മളോട് പറഞ്ഞിരുന്നത്. ഇപ്പോൾ നമുക്ക് ഈ വീട്ടിലെ ഉടമസ്ഥന്റെ സിറാജുദ്ദീൻ വാടകയ്ക്ക് താമസിച്ചിരുന്ന ഈ വീട്ടിലെ ഉടമസ്ഥന്റെ വിവരം തന്നെ തേടാം. ചേട്ടാ, ഈ ഇദ്ദേഹത്തിന്റെ ഒരു പശ്ചാത്തലം എന്താണ്? അങ്ങനെ എന്തെങ്കിലും വിവരമൊക്കെ നിങ്ങൾക്ക് ഉണ്ടായിരുന്നു? എങ്ങനെ? സിറാജുദ്ദീൻ പറഞ്ഞാൽ നമ്മളിങ്ങനെ വാടകയ്ക്ക് കൊടുത്തു, മൂപ്പര് ഇവിടെ വന്ന് താമസിക്കണോ പോകണോ, അല്ലാതെ മൂപ്പർക്ക് ഇങ്ങനെ കാസർഗോഡ് ഭാഗത്ത് എന്ത് ജോലി ആയിരുന്നെന്ന് പറഞ്ഞു, എന്ത് പള്ളിയിൽ നിൽക്കുക അങ്ങനെ ജോലിയുള്ള അങ്ങനെയുള്ള ഒരു വിവരം നമുക്കുള്ളൂ. അല്ലാത്ത വിവരങ്ങൾ നമുക്ക് ചില തരത്തിലുള്ള പ്രഭാഷണങ്ങളും മറ്റുമൊക്കെ ഇദ്ദേഹം നടത്തി. അങ്ങനെ പ്രഭാഷണത്തിന് പോലുണ്ട്. പിന്നെ അതുപോലെ മൂപ്പര് മടവൂർ കാഫില ഇറങ്ങുന്ന ഒരു യൂട്യൂബ് ചാനലുണ്ട് മൂപ്പർക്ക്, അതൊക്കെ അറിയാം. പിന്നെ നമ്മൾ സ്വാഭാവികമായിട്ട് നമ്മളിങ്ങനെ ഇതിൽ പാസ് ചെയ്യുമ്പോൾ കാണുന്നു, ചിരിക്കണു, അങ്ങനെയുള്ളൊരു ബന്ധമേ ഉള്ളൂ. ബാക്കി ഡീറ്റെയിൽ ആയിട്ടുള്ള വിവരങ്ങൾ നമുക്കറിയില്ല. പിന്നെ നമ്മളിവിടെ വരുമ്പോൾ മൂപ്പര് ഉമ്മ ഉണ്ടാവും, വാപ്പ ഉണ്ടാവും, പിന്നെ അതുപോലെ മൂപ്പര് കുട്ടികൾ 5 കുട്ടികളുണ്ട് എന്നുള്ളത് നമ്മൾ ഇപ്പോഴാണ് അറിയണത്. ഇതാണ് ശീതൾ, ഈ മന്ത്രവാദ ചികിത്സയും അങ്ങനെയുള്ള അന്ധവിശ്വാസങ്ങൾ പ്രചരിപ്പിക്കുന്നതൊക്കെ ഇദ്ദേഹം ഒരു പതിവാക്കിയതോടുകൂടി തന്നെ നാട്ടുകാർ തന്നെ ഇദ്ദേഹമായിട്ട് അടുക്കാനൊന്നും വലിയ താല്പര്യം കാണിച്ചിരുന്നില്ല. കാരണം ഇദ്ദേഹത്തിന്റെ യൂട്യൂബ് ചാനലിലൂടെ ഇങ്ങനെ കാര്യങ്ങളൊക്കെ ചില അഭിപ്രായ വ്യത്യാസം ഉള്ളതുകൊണ്ട് തന്നെ നാട്ടുകാർ തന്നെ ഇദ്ദേഹമായിട്ട് ഒരു അകലം പാലിച്ചിരുന്നു എന്നാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. എന്തായാലും ഇന്നലെ രാത്രിയോടുകൂടി ഈ വീട്ടിൽ ഇത്തരത്തിലൊരു പ്രസവം നടന്നു എന്നാണ് നമുക്ക് ഇപ്പോൾ ഒരു അനുമാനത്തിലേക്ക് നമുക്ക് എത്തിയിരിക്കുന്നത്. അതിനുശേഷം ഈ കുട്ടി ജനിച്ച ഉടനെ ഇദ്ദേഹം സ്റ്റാറ്റസ് ഇട്ടതുകൊണ്ട് തന്നെ നമുക്ക് നാട്ടുകാർ പറയുന്നത് ചിലപ്പോൾ ഈ യുവതി അപ്പോൾ തന്നെ മരിക്കുകയോ അങ്ങനെ ഒരു ഗുരുതരമായിട്ടുള്ള സാഹചര്യത്തിലേക്ക് കടക്കാത്തതുകൊണ്ടായിരിക്കാം ഇദ്ദേഹം ഇങ്ങനെ ഒരു സന്തോഷം പ്രകടിപ്പിക്കുന്ന രീതിയിൽ ഒരു വാട്സപ്പ് സ്റ്റാറ്റസ് ഇട്ടിരുന്നു. അതിനുശേഷം ഏതെങ്കിലും തരത്തിലുള്ള ഗുരുതരാവസ്ഥയിലേക്ക് കടന്നതാകാമെന്നാണ് നാട്ടുകാർ പറയുന്നത്. എന്തായാലും ഇപ്പോൾ പോലീസ് ഉൾപ്പെടെ സ്ഥലത്തെത്തിയിട്ടുണ്ട്. ശീതൾ, ചികിത്സാ നിഷേധം അതൊരു ജീവൻ എടുക്കാൻ വഴിവെച്ചിരിക്കുന്ന സംഭവമാണ് മലപ്പുറം ചട്ടിപ്പറമ്പിൽ ഉണ്ടായിരിക്കുന്നത്. ഗൗരവതരമായ പരിശോധനകൾ പിന്നിൽ നടന്ന കാര്യങ്ങളെക്കുറിച്ച് ഉണ്ടാകുമെന്ന് ഈ ഘട്ടത്തിൽ പ്രതീക്ഷിക്കാം. ജൂലിയറ്റും അനഘ മുരളിയുമാണ് വിശദമായ വിവരങ്ങൾ നൽകിയത്.